മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. PVS ആശുപത്രിക്ക് സമീപത്താണ് സംഭവം. സംഘർഷത്തിന് പിന്നാലെ പന്തീരങ്കാവ് റൂട്ടിൽ മിന്നൽ പണിമുടക്ക്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്താണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നയിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ വരികയായിരുന്ന സ്വകാര്യ ബസ്സും ജീവനക്കാരും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളും തമ്മിലാണ് കോഴിക്കോട് നഗരത്തിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 2 ബസ് ജീവനക്കാർ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. റിയാസ് തുടരുക. ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം റിയാസിലേക്ക് മടങ്ങിയെത്താം. റിയാസ്, ഈ ഒരു വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലാണ് ഒരു വാക്കേറ്റം അടക്കമുള്ള കാര്യങ്ങളാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. റിയാസ്, തുടരാം. കോഴിക്കോട് PVS ആശുപത്രിക്ക് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ബസ് ജീവനക്കാരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പന്തീരാങ്കാവ് റൂട്ടിൽ നിന്നും നഗരത്തിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. വിദ്യാർത്ഥികളെ കയറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ആ ഏറ്റുമുട്ടൽ ഈ PVS ബസ് സ്റ്റോപ്പ് പരിസരവും കഴിഞ്ഞ് നേരെ തൊട്ടപ്പുറത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് വരെ നീങ്ങുന്ന ഒരു കാഴ്ച ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ സങ്കീർണമായ ഒരു സംഘർഷ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് മുതിർന്നവരുൾപ്പെടെ ഇടപെട്ടാണ് ബസ് ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും പിടിച്ചു മാറ്റിയത്. ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നാണ് 2 ബസ് ജീവനക്കാർ പറയുന്നത്. ഇവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. സാധാരണയായി ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഈ പല ബസ്സുകളും പൂർണ്ണമായും കയറ്റാൻ തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണം കൂടി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പലപ്പോഴും ക്ലാസ്സുകളിൽ വൈകി എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഇവിടെ ഈ PVS പരിസരത്ത് ഇറങ്ങേണ്ടുന്ന വിദ്യാർത്ഥികളെയും ഒന്നും തന്നെ അവിടെ നിർത്താതെ ചില ബസ്സുകൾ പോകുന്നു എന്നൊരു ആക്ഷേപം കൂടി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ഒന്നടങ്കം, അതായത് ഘട്ടം ഘട്ടമായി ഒരു ബസ്സുകളിൽ കയറാൻ പറഞ്ഞാൽ അത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെ പരസ്പരം ഒരു പ്രത്യാരോപണങ്ങളാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്ന് കാണിച്ച് 2 സ്വകാര്യ ബസ് ജീവനക്കാർ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പോലീസിൽ പരാതിയൊന്നും തന്നെ നൽകിയിട്ടില്ല. പോലീസ് ഒരുപക്ഷെ ഇത് ഒരു MLC ആയി രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പോലീസിലേക്ക് അത് കേസായി പോവുക. അങ്ങനെയെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും അതിന്റെ നടപടികളൊക്കെ പോവുക. സാധാരണ ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നീട് MLC ആയതിനു ശേഷം അത് കേസിലേക്ക് മാറുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഒരു ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇതിന്റെ പരിണിത ഫലമായി ഇപ്പോൾ പന്തീരാങ്കാവ് റൂട്ടിൽ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് നടക്കുകയാണ്. ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് സാധാരണ യാത്രക്കാരുൾപ്പെടെ വളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, കോഴിക്കോട് ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായി. PVS ആശുപത്രിക്ക് സമീപത്താണ് സംഭവം. സംഘർഷത്തിന് പിന്നാലെ പന്തീരങ്കാവ് റൂട്ടിൽ മിന്നൽ പണിമുടക്ക്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.